ഹേയ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മളിന്ന് ഒരു ചെറിയ വീഡിയോ ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഇന്നൊരു സൺഡേ ആണ്. അത് രാവിലെ വണ്ടിയൊക്കെ എടുത്തത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം കേട്ടോ. ഫാദർ രാവിലെ പള്ളിയിൽ പോയി, അതുകൊണ്ട് ഇന്നത്തെ രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ എനിക്ക് വന്നിട്ട് പോയേക്കുവാണ് ആൾ. അപ്പോൾ അതേ ഹെൽമെറ്റും ഒക്കെ ഇട്ട് ഇറങ്ങി രാവിലത്തെ പരിപാടിക്ക് വേണ്ടി. അപ്പം ചെരുപ്പ് എന്ത് ചെയ്യാം? ഓക്കെ, നമ്മൾ ചെരുപ്പിട്ട് സ്റ്റാൻഡ് വിടുകയാണ്. പറ. ചിക്കനും കപ്പയും ആ, പിന്നെ ചിക്കനും കപ്പ പുതിനയില. ഓക്കെ, മറക്കാതിരുന്നാൽ മതി കൈസ്. അപ്പം ഞാൻ ഇറങ്ങി എൻ്റെ മുടിയൊക്കെ വെട്ടി കേട്ടോ. പറ്റി അടിച്ച് മുടിയൊക്കെ വെട്ടി. മുടി ഒന്നാമത് നല്ല രീതിയിൽ പൊഴിഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ട് ഫുള്ളായിട്ട് പറ്റി അങ്ങ് അടിച്ച് സെറ്റായി. അപ്പോൾ എന്തായാലും ഞാൻ കടലോട്ട് പോകാൻ പോവാണ്. വണ്ടി താക്കോലിട്ടു. കുറച്ച് ചില്ലറ പൈസ ഉണ്ട് കേട്ടോ, നമുക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമില്ല. ചില ആൾക്കാരൊക്കെ ബാലൻസ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റും. ഇതങ്ങനെ കിടക്കട്ടെ. കഞ്ഞി കുടിക്കാറുള്ള ആ പാത്രം നോക്കിയപ്പോ അത് കാണുന്നു. അവിടെ ഇവിടെ എല്ലാം കൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് ചിക്കൻ കറി വെക്കാനുള്ള പ്ലാനിലാണ് ഞാനിരിക്കുന്നത്. ഞാനാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പം ഞാൻ സാധനം രാവിലെ പോയി മേടിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നിലവിൽ. അപ്പോൾ നമ്മൾ വറക്കുകയാണ്. ഞങ്ങളിവിടെ വറുത്തിട്ടേ ഞങ്ങൾ വെക്കാറുള്ളൂ. ഞങ്ങൾ നോർമലി വെക്കാറില്ല. ഇതുവരെ വെച്ചിട്ടുണ്ട്, എന്നാൽ വറുത്തിട്ടാണ് കൂടുതൽ ചിക്കൻ കറി വെക്കാറ്. അപ്പം ഇന്ന് എനിക്കാണ് ഡ്യൂട്ടി ഒക്കെ. അതായത് ഞാൻ എല്ലാ കറിയൊക്കെ ഞാൻ ഉണ്ടാക്കും. പിന്നെ ഞാൻ ബീഫൊക്കെയാണ്, എന്നെ ബീഫും പോർക്കും ഒക്കെയാണ് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് വെറുതെ ചിക്കൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ ജീവ മാത്രം കഴിക്കാറുള്ളൂ. ഞാൻ പിന്നെ എന്തായാലും ഹെൽപ്പ് ചെയ്തൊക്കെ വിചാരിച്ചു. രാവിലെ പണിയൊന്നും ചെയ്യാറില്ല. പറഞ്ഞു പോയി ചെയ്തതായിരുന്നു. ഇളക്കണോ ഇല്ല. അപ്പോൾ ജീവ താണ്ട പണിയെടുക്കുകയാണ്. ജീവയുടെ പണിയെടുപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലപ്പോഴൊക്കെ ഉള്ളത് വേണം പരുതി തരാം. ഞാൻ ഇത് വേണമെങ്കിൽ ഇതും ചെയ്യും അതും ചെയ്യും, എല്ലാം ഒറ്റ ശക്തിയിലും ചെയ്യും. അറിയാമല്ലോ, എനിക്ക് എല്ലാ ടാസ്കും കൂടെ ഒരുമിച്ച് എടുക്കുന്ന ആളാണെന്ന് പറയുന്നു. എന്തായാലും അത് നിന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അതാണ്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന്. കപ്പയുണ്ടോ? ഉണ്ടോ? കപ്പ അവിടെ അമ്മയ്ക്ക് സെറ്റ് ചെയ്യുന്നു. അമ്മയ്ക്കാണ് ഇന്നത്തെ കപ്പ ഡ്യൂട്ടി. അമ്മയ്ക്കാണ് കപ്പ തിന്നുന്ന ആൾ. ഞങ്ങൾ കപ്പ തിന്നാറില്ല. ഞങ്ങൾക്ക് ചപ്പാത്തി. എനിക്ക് ജീവയ്ക്കും ചപ്പാത്തി. ജീവ അങ്ങനെ അരമണിക്കൂർ കൊണ്ട് ഒരു ചപ്പാത്തി പരത്തി. അരമണിക്കൂർ കൊണ്ടാണ് ഒരു ചപ്പാത്തി പരത്തുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഉച്ച കഴിഞ്ഞാൽ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഓയിൽ മാറ്റം, ബ്രേക്ക് പാഡ്, അതുപോലെ കുറച്ച് പരിപാടികൾ. അപ്പോൾ നമ്മൾ രതീഷ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ രതീഷ് ചേട്ടൻ വേറെ പണിയിലായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞപ്പം നമ്മുടെ ഓയിൽ മാറാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ പുള്ളി ചെയ്തു. എന്നിട്ട് പുള്ളി വേറെ വണ്ടി പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾക്ക് നമ്മുടെ ബ്രേക്ക് ഷൂ കേട്ടോ, ബ്രേക്ക് ഷൂ ആണ് ഇത് കേട്ടോ. ബ്രേക്ക് ഷൂ ഫുള്ള് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം പക്ഷേ അത് തീർന്നു, അതിൻ്റെ കണ്ടോ സംഭവം തീർന്നു. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ സാധനമാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പം ഇതാണ് നമ്മളിന്ന് നമ്മുടെ വണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിന്നെ നമ്മൾ ബ്രേക്ക് പാഡും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ബ്രേക്ക് പാഡ്, ഫ്രണ്ടിൽ ഡിസ്ക് ആണല്ലോ വരുന്നത്. അപ്പം അതിൻ്റെ ബ്രേക്ക് പാഡാണ്. അപ്പം ഈ ഒരു സംഭവം ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആകുന്നൊരു സാധനമാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ എപ്പോൾ മേടിച്ചുകൊണ്ട് വന്നാലും ചിലപ്പം ഇതിന് സ്യൂട്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അറിയത്തില്ല ഇനിയിപ്പം മാറാൻ ഡിസ്ക് ഫ്രണ്ട് അഴിക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ അകത്തിരിക്കുന്നത് ഏത് മോഡലാണെന്നുള്ളത്. BS6 തന്നെയാണ് അവർ തരുന്നുണ്ടോ. ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഏതാണ് അതിനകത്ത് ഇരിക്കുന്നതെന്ന്. അപ്പോൾ അഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ ഗിയർ ഓയിൽ മാറുന്നുണ്ട്. ഗിയർ ഓയിൽ വണ്ടി എടുത്തതിന് ശേഷം ഒറ്റ പ്രാവശ്യം കൊണ്ട് മാറിയിട്ടുള്ളൂ. അപ്പോൾ ഗിയർ ഓയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനാണ്ട് 65 രൂപ 68 രൂപ അങ്ങനെയാണ്ട് വേണം. അപ്പം ഇത്ര സംഭവങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രാവശ്യം കിട്ടുന്ന പോലെ തന്നെ എനിക്ക് പോസ്റ്റായി. ഇനിയിപ്പോൾ വണ്ടി രതീഷ് ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഇനി ഓടിച്ചുകൊണ്ട് നേരെ പോയി ഇനിയിപ്പം മഹാഭഗവതി സ്പെയർ പാർട്സുകളെ പോയി ഇനി മാറണം. ഇനി അവിടം വരെ പോകണം. അപ്പോൾ ഗൈസ് അതെല്ലാം കഴിഞ്ഞ് ഇത് ഓടാൻ ഇറങ്ങി ഓർഡർ അടിച്ച് കളക്ടറേറ്റിനകത്ത് അടിപൊളി പോസ്റ്റ്, നല്ല പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പോസ്റ്റ്. പിന്നെ ഒരു വിധത്തിൽ ഓർഡർ കൊടുത്തത് ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ, മൊത്തം അലമ്പാക്കിയിട്ടേക്കാണ്. പുൽക്കൂട് വല്ലതും ഉണ്ടാക്കിയതാണോ? കളക്ടറേറ്റ് പുൽക്കൂട് ഉണ്ടാക്കാറുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. എന്നായാലും ആട്ടെ. അപ്പം ഞാൻ കൊണ്ട് കൊടുത്തു, തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓർഡറും കൂടെ വേണം ഗൈസ്. ഭയങ്കര ടയേർഡാണ്, ബോഡി ഫുള്ള് വീക്കായി, ടോട്ടലി ടയേർഡ്, ഫുള്ള് വീക്കാണ്. ഇതുകൊണ്ട് നമ്മൾ തെള്ളകത്ത് കൊണ്ട് കൊടുക്കണം. കൊടുത്തിട്ട് ഇനി ഒരു ഓർഡറും കൂടെ നമ്മൾ കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, മാർക്കറ്റ് റോഡിലാണ് കളരിക്കൽ ബസാർ എന്ന് പറയും. വണ്ടി എടുക്കണം, പോകണം.